दिल में नहीं बेताबिया, ये इश्क है सांसों में है अब जो रवा। आजा अब कैसा शर्माना, बन गया मैं तेरा दीवाना। धीरे धीरे से मेरी जिंदगी में आना, धीरे धीरे से मेरे दिल को चुराना। तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പേസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. പേഷ്യൻ്റ് അപകടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞോ? യെസ്, ഷി വാസ് പ്രഗ്നൻറ്റ്. ഇതാണടാ ഞാൻ പറഞ്ഞത്. ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം നിനക്ക് വലുതായിരിക്കുമെന്ന്. ഓ ഗോഡ്, ഞാൻ തെറ്റുകൾക്ക് മേലെ തെറ്റുകളാണല്ലോ ചെയ്തത്. എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അവൾ എന്തിനാ എന്നോട് സോറി പറഞ്ഞതെന്ന്. ഐ മേഡ് എ മിസ്റ്റേക്ക് കൗശി, സോറി. താൻ എന്നെ ഒരിക്കലും വെറുക്കരുത്. ഇല്ല മിത്ര, എനിക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. നീ ഒന്ന് കണ്ണു തുറന്നാൽ മതി മിത്ര. നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഒന്ന് കണ്ണ് തുറന്നാൽ മതി. ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്കിപ്പോൾ അവളെ ഒന്ന് കാണണം, പ്ലീസ്. ഇല്ല മിസ്റ്റർ, ഇപ്പോൾ കാണാൻ കഴിയില്ല. പേഷ്യൻ്റ് മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് ഷീ ഈസ് സ്റ്റിൽ അൺകോൺഷ്യസ്. കണ്ണ് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഡോക്ടർ, പേഷ്യൻ്റ് കണ്ണ് തുറന്നു. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ICUവിലേക്ക് കയറി. കൗശി അക്ഷമനായി പുറത്ത് കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ആരാ? കൗശി. ഞാനാ. പോയി കണ്ടോളൂ. അവൻ എല്ലാവരെയും വന്ന് നോക്കിയിട്ട് ICUവിൻ്റെ റൂമിനകത്തേക്ക് നടന്നു. മിത്ര, ഞാൻ എടുത്തു ചാടിയല്ലേ? ഐ ആം സോറി കൗശി. നോ, നീ സോറി ഒന്നും പറയണ്ട. ഞാൻ കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു. തൻ്റെ കാല് സുഖമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാനല്ലേ ഇരുന്നേ. അതിനു മുമ്പേ ഞാൻ എടുത്തു ചാടി. എൻ്റെ എടുത്തു ചാട്ടം കാരണം നമ്മുടെ കുഞ്ഞു. മിത്ര,
അത് സാരമില്ല, എനിക്ക് നിന്നെ തിരികെ കിട്ടിയല്ലോ, അത് മതി. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ അവിവേകം കാണിച്ചത്? നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നേ ഞാൻ എന്ത് ചെയ്യായിരുന്നു? നീ ഒരു നിമിഷം എന്നെക്കുറിച്ച് ഓർത്തില്ലല്ലോ. സോറി കൗശി, ഞാൻ തന്നെ വിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ താൻ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് ഞാൻ പേടിച്ചുപോയി. എന്നെപ്പോലെ എൻ്റെ കുഞ്ഞു ഈ ലോകത്ത് അനാഥമായി പോകുന്നു ഞാൻ ഭയന്നുപോയി കൗശി. എൻ്റെ അവസ്ഥ എൻ്റെ കുഞ്ഞിന് വന്നാലോ എന്ന് ഞാൻ ഭയന്നുപോയി. ഐ എം സോറി. ഞാൻ കാരണോ നമ്മുടെ കുഞ്ഞ്? ഏയ്, എനിക്ക് നിന്നോളം വലുതല്ല വേറെ ഒന്നും. പക്ഷെ നീ ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം നിൻ്റെ അടുത്ത് എത്തിക്കില്ല. ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എത്ര തവണ പറയാൻ ശ്രമിച്ചതെന്നറിയോ? ഞാൻ അറിഞ്ഞ നിമിഷം എനിക്കുണ്ടായ സന്തോഷം എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ് തൻ്റെ അടുത്തേക്ക്. പക്ഷെ താൻ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. തനിക്കറിയാം, ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി ഞാൻ ആകേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. ശരി, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് വണ്ടിയിൽ കയറി. സോറി, ഐ എം റിയലി സോറി. നിന്നെ വേദനിപ്പിച്ചതിനും വിഷമിപ്പിച്ചതിനും പറഞ്ഞ വാക്ക് പാലിക്കാത്തതിനും എല്ലാത്തിനും എന്നോട് ക്ഷമിക്കും മിത്ര. അങ്ങനെയൊന്നും പറയില്ല കൗശി. തൻ്റെ ക്ഷമാപണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, മിത്ര എന്നുള്ളൊരു വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നത്. എന്നോട് ക്ഷമ ചോദിച്ച് താൻ എന്നെ നോവിക്കരുത്. ഞാൻ തോറ്റുപോകും. തന്നെ രവിയെങ്കിൽ ഉപദ്രവിച്ചു? അവൻ്റെ ചുണ്ടിലെ മുറിപ്പാട് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതൊന്നും സാരമില്ല, അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരിക്കലുമില്ല, തന്നെ ആർക്കും വേദനിപ്പിക്കാനുള്ള റൈറ്റ്സ് ഇല്ല കൗശി. തന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാനാകില്ല. എനിക്കറിയാം. ഇപ്പോൾ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, ഇനി ഒരു പ്രശ്നവുമില്ല. നീ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വേണം. ഞാൻ കാത്തിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് കൗശി ICU റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൻ്റെ മുഖത്തെ പുഞ്ചിരി എല്ലാവരിലും ആശ്വാസം പരത്തി. അടുത്തതിനി ആര് പോകുമെന്നായി. ഡോക്ടറും ആദിശേഷും മാറി മാറി നോക്കി. നിങ്ങൾ പൊയ്ക്കോളൂ, കൗശി കഴിഞ്ഞാൽ പിന്നെ അവൾ കാത്തിരുന്ന വരവ് നിങ്ങളുടേതായിരിക്കും. പൊയ്ക്കോളൂ, ഈ സമയത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കൂ. ആദിശേഷ് ഡോക്ടർ രവിയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഡാ, അവളെന്ത് പറഞ്ഞു? നിന്നോട് ദേഷ്യപ്പെട്ടോ? ഇല്ല, അവൾക്കങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയില്ല എന്നോട്. അവളാ എന്നോട് ഇങ്ങോട്ട് സോറി ചോദിച്ചു. എന്തിനാ? എല്ലാറ്റിനും. ശരി, എല്ലാം ഭംഗിയായല്ലോ, അത് മതി. എന്താടാ, എല്ലാം ഓക്കെ അല്ലേ? യാ, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ഷീ ഈസ് ഓക്കെ നൗ. ഓ, ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്. പിന്നെ സ്നേഹ എപ്പോഴാണ് നാട്ടിലേക്ക് എത്തിയേ? ഞാനെത്തിയിട്ട് കുറച്ച് നാളായി. ആഹാ.
പിന്നെ ഇതാണോ മിത്രയുടെ സിസ്റ്റർ? യെസ്, കേട്ടിട്ടുണ്ട്. അപ്പു അല്ലേ? എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ ഇതാരെന്ന് മനസ്സിലായോ? ഇല്ല, ഇതാണ് കൗശിയുടെ കസിൻ സ്നേഹ. ഇവർ 3 പേരും ഒരുമിച്ചാണ് പഠിച്ചത്. ഓ, പിന്നെ ഇത് ഇവരുടെ മറ്റൊരു കസിൻ കിരൺ. ഏയ്, എൻ്റെ കസിനൊന്നുമല്ല. പിന്നെ കൗശിയുടെ കസിൻ. അപ്പോൾ തനിക്ക്? എനിക്ക് ചെറുതായിട്ട് ഹസ്ബൻഡായിട്ട് വരും. ഹസ്ബൻഡോ? അതപ്പോ ഓൾമോസ്റ്റ് 1.5 വർഷമായി. ഓ, എന്നിട്ട് അന്നൊന്നും പറഞ്ഞില്ല? അതിനാരും ചോദിച്ചില്ലല്ലോ. ആരും ചോദിച്ചുമില്ല, ഞാൻ പറഞ്ഞുമില്ല. ഓ, അതൊന്നുമല്ലടോ, പറയാനൊരു അവസരം ഉണ്ടായില്ല, അതാ സത്യം. ആ, അത് ശരിയാ. അപ്പോൾ ഇപ്പോൾ വിസിറ്റിങ്ങിന് വന്നതാണോ? ഏയ് അല്ല, ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഞാനും ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുകയെന്ന്. ആ, ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഷിഫ്റ്റായോ? ഇവിടെ കിരണിന് ജോലി പെർമനൻ്റ് അല്ലായിരുന്നു. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് ചാടാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. ആ, ഓക്കെ. അപ്പോൾ ശരിയടോ, എന്തായാലും മിത്ര കണ്ണു തുറന്നല്ലോ. ഞാൻ എന്തായാലും വീട് വരെ പോയിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആവണം. ആ, ഓക്കേടാ, നീ പൊയ്ക്കോ. ആ, പിന്നെ അപ്പു വരുന്നുണ്ടോ? ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ, എനിക്കും വരണം. ഞാൻ പോയി ചേച്ചിക്ക് മാറാനുള്ള ഡ്രസ്സുമായിട്ട് വരാം. ഓക്കെ. ചേട്ടനിവിടെ കാണുമല്ലേ? ആ, ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ. അപ്പവും റിക്കിയും അവിടെ നിന്ന് ഇറങ്ങി. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ? അവർ സെറ്റായി എന്നാണ് തോന്നുന്നത്. എങ്കിൽ നല്ലത്. അപ്പോൾ വളരെ നല്ല കുട്ടിയാണ്. റിക്കിക്ക് നന്നായി ചേരും. ഇതാ കൗശി, നിന്റെ മിത്ര. പഴയതിനേക്കാൾ പൂർണ്ണ ആരോഗ്യവതിയായി, മെന്റലി ആൻഡ് ഫിസിക്കലി. മിത്ര, ഇപ്പം നീ ഓക്കെ അല്ലേ? യെസ്, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോൾ 3 മാസം നീണ്ടുന്ന കൗൺസിലിംഗ് ഫലം കണ്ടു അല്ലേ? കൗൺസിലിങ്ങോ? അതെ, അവൾക്കൊരു എഫക്റ്റീവ് കൗൺസിലിംഗ് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്തിന്? അവളുടെ ആ പഴയ സ്വഭാവം മാറ്റാൻ, അവളുടെ അഗ്രസീവ് സ്വഭാവം മാറ്റാൻ. സോ അതിൽ ചെറിയ മാറ്റമൊക്കെ വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അപ്പോൾ ഇനി കൗശിയാരോടെങ്കിലും സംസാരിച്ചാലോ? പ്രത്യേകിച്ച് പെൺകുട്ടികളോട് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ചിരിച്ചതെന്തിനാ, സംസാരിച്ചെന്തിനാന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കില്ലല്ലോ? ഇല്ല. ഗുഡ് ഗേൾ. കൗശി, ഹാപ്പി അല്ലേ? യാ, ഐ ആം ഹാപ്പി. എനിക്ക് നിങ്ങൾ 2 പേരും എപ്പോഴും ഹാപ്പി ആയിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് അവളുടെ ക്യാരക്ടർ ഒരിക്കലും ഒരു തടസ്സമാകരുത്. അവൾക്ക് കുറച്ച് പിടിവാശിയും മുൻകോപവും കൂടുതലായിരുന്നില്ലേ? അതൊക്കെ കൗൺസിലിംഗ് വഴി ഒരു പരിധിവരെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി അവൾ പഴയ മിത്ര അല്ല, ഇത് മിത്രയുടെ ന്യൂ വെർഷനാണ്, മിത്ര 2.0. പക്ഷേ എനിക്ക് ആ പഴയ വേർഷനായിരുന്നു ഇഷ്ടം. ബട്ട് സാരല്ല. ശരി, അപ്പോൾ ഇനി പോവല്ലേ? അപ്പോൾ ശരി അങ്കിൾ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. പിന്നെ കൗശിക്, ഞാനിത് പ്രത്യേകം പറയേണ്ടതില്ല എന്നറിയാം, എന്നാലും അവളുടെ ഗാർഡൻ എന്ന നിലയിൽ ഞാൻ പറയുക, അവൾ ഇത്ര നാളും അനുഭവിച്ച വേദനകൾക്കും വിഷമങ്ങൾക്കും എല്ലാം ഇതൊരു വലിയ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുട്ടി, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇനി ആ നാളുകളെല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അവളുടെ കണ്ണിൽ നിന്ന് ഇനി സന്തോഷ കണ്ണീരല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടക്കേടോ പിഴവുകളോ സംഭവിച്ചാൽ ദയവ് ചെയ്തത് മനസ്സിൽ വെച്ച് അവളോട് അകലം കാണിക്കരുത്. എന്തുണ്ടെങ്കിലും അവളോട് തുറന്നു പറയണം. അവൾ തീർച്ചയായിട്ടും അത് മാറ്റാൻ ശ്രമിക്കും, അല്ലേ മിത്ര? അങ്കിൾ, ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല.
എൻ്റെ കൗശി എനിക്കറിയാം. അങ്കിൾ പേടിക്കണ്ട. പേടിയല്ല മോളെ, മുൻകരുതല. എൻ്റെ ഈ ചിരിച്ച മുഖം മായാതിരിക്കാനുള്ള മുൻകരുതൽ. ശരി, എനിക്ക് ചെക്കപ്പിന് പോകാൻ സമയമായി. നിങ്ങൾ ഇറങ്ങുമല്ലേ? യാ, അപ്പോൾ ഇറങ്ങട്ടെ അങ്കിൾ. ബൈ ബൈ. സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വരണം. ഷോ. അവരിരുവരും യാത്ര പറഞ്ഞിട്ട് വന്ന് കാറിൽ കയറി. മിത്രയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. എന്ത് പാവമല്ലേ നിന്റെ അങ്കിൾ. എനിക്കൊരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഇരട്ടി സന്തോഷമല്ലേ? എന്തിനാ? ഇപ്പോൾ നിന്റെ പപ്പയും ഒപ്പം ഉണ്ടല്ലോ. യാ. ഇന്ന് വിളിച്ചില്ലേ? ഇല്ല, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെങ്ങനെ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് സിഗ്നൽ കണ്ട് അവൾ കാർ നിർത്തി. പെട്ടെന്ന് അവളുടെ കാറിനടുത്ത് മറ്റൊരു കാർ വന്നു നിന്നു. അതിനുള്ളിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിലൊരാൾ മിത്രയുടെ കാറിനകത്തേക്ക് നോക്കി. ഹേ, ലുക്ക് അറ്റ് ഹിം, ഹി ഈസ് സോ ഹാൻസം. യാ, യു ആർ റൈറ്റ്. സിംഗിൾ ആയിരിക്കുമോ? ഏയ്, ഉറപ്പിക്കാൻ കഴിയില്ല. കൂടെ ഒരു പെണ്ണിരിക്കുകയല്ലേ. അത് സിസ്റ്റർ ആണെങ്കിലോ? എങ്കിയൊന്ന് മുട്ടി നോക്കാം അല്ലേ? ഹായ്, എന്നെ അറിയാമോ? നോ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? നോ. കം ഓൺ, താൻ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഐ ആം സോറി, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. എന്നെയോ? എൻ്റെ സ്വപ്നത്തിൽ എന്നും വന്നു പോകാറുള്ള ആ ഫെയറി ടെയിൽ പ്രിൻസ്, അത് താനല്ലേ? അവൻ നേരിയ പരിങ്ങലോടെ മിത്രയെ നോക്കി. ഇതാരാ? ഗേൾഫ്രണ്ടാ? യാ. ഓ മാൻ, തന്നോട് ആരാ എന്നോട് ചോദിക്കുന്നത് കമ്മിറ്റഡ് ആകാൻ പറഞ്ഞേ? എനിവേ, ഇറ്റ്സ് എ വേഴ്സ് ചോയ്സ്. തൻ്റെ ലുക്കിന് നിനക്ക് ഇതിനേക്കാൾ നല്ല കൊച്ചിനെ കിട്ടും, ലൈക്ക് മീ. ബൈ ദ വേ, ദിസ് ഈസ് മൈ നമ്പർ. ഈ ചോയ്സിൽ എപ്പോഴെങ്കിലും റിഗ്രഷൻ തോന്നിയാൽ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് അവൾ സിഗ്നൽ മാറുന്നതിന് മുന്നേ അവൾ ആ നമ്പർ ആ കാറിനകത്തേക്ക് ഇട്ടു. കാർ പെട്ടെന്ന് മൂവ് ആവുകയും ചെയ്തു. മിത്രയും കാർ മൂവാക്കി. കൗശി പെട്ടെന്ന് ആ കാർഡ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഏയ്, അതെന്നാ കളഞ്ഞേ? പിന്നെ ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഫ്ലർട്ട് ചെയ്യണമെങ്കിൽ അവൾ എത്ര പെർഫെക്റ്റായിരിക്കും. ഓ കം ഓൺ, അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്? നിന്റെ ഈ ലുക്കിന് അവൾ നമ്മൾ ഫ്ലർട്ട് ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ. ആർ യു സീരിയസ്? യാ. ഇതെന്റെ മിത്ര തന്നെയാണോ ഈ പറയുന്നേ? എന്താ സംശയം? ഓ ഗോഡ്, മാറ്റം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മാറ്റം പ്രതീക്ഷിച്ചില്ല. നീ അടിമുടി മാറിയോ? പിന്നെ മാറണ്ടേ? എൻ്റെ എടുത്തുചട്ട സ്വഭാവം കാരണം താൻ എന്തോരം ബുദ്ധിമുട്ടി. ഇനി എൻ്റെ ബിഹേവിയർ കാരണം തനിക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്. എൻ്റെ എടുത്തുചാട്ടം കാരണം 2 വലിയ പിഴവുകളാണ് എനിക്ക് സംഭവിച്ചത്. 1 സ്നേഹ, 2 ഇനി അതുപോലുള്ള ഒരു പിഴവും എൻ്റെ ഭാഗത്തൊന്നും സംഭവിക്കരുത്. പിന്നെ എൻ്റെ ഷോർട്ട് ടെമ്പേർഡ് ഓവർ പൊസസീവ്നെസ്, ഇതൊന്നും തന്നെ ഇനി ബാധിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്നെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു, ഞാൻ ചേഞ്ച് ചെയ്തു. എന്തേ, ഇഷ്ടമായില്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല, എന്നാലും മാറണ്ടായിരുന്നു. ഇല്ലടോ, എൻ്റെ സ്വഭാവം കാരണം തനിക്കൊരു വിഷമവും വരരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് പറ്റിയ പിഴവുകളൊക്കെ തിരുത്തി വേണം ഇനി മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ സൈലൻസ്, അനാവശ്യ സൈലൻസ്, അത് താനും ഉപേക്ഷിക്കണം. അനാവശ്യത്തിന് സൈലൻ്റ് ആയിരുന്നു പ്രശ്നങ്ങൾ വഷളാക്കരുത്. തൻ്റെ സൈലൻസ് കാരണം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാതെ പോയത്. തനിക്ക് എന്നെ ആദ്യമേ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം, സ്നേഹ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം, സ്നേഹയുടെ മാരേജ്, അങ്ങനെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിലേതെങ്കിലും ഒന്നിലെങ്കിലും എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നെങ്കിൽ. ഇനി പോട്ടെ,
പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പോൾ വീണ്ടും എടുത്തിടുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അവരങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കാർ മറ്റേതോ കാറിൽ തട്ടി. ആ കാർ നിർത്തിയത് കണ്ട് മിത്രയും വണ്ടി നിർത്തി. അതിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആളെ കണ്ട് മിത്ര മുഖം ചുളിച്ചു. യെസ്, നേരത്തെ കൗശിയെ നോട്ടമിട്ട പെൺകുട്ടി. ഓ ഷിറ്റ്. അവൾ കാറിനടുത്തേക്ക് വരുന്നത് കണ്ട് മിത്ര പുറത്തേക്ക് ഇറങ്ങി. മിത്ര പുറത്തിറങ്ങുന്നത് കണ്ട് കൗശി ഇറങ്ങാൻ തുനിഞ്ഞു. വേണ്ട, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹേ യു, നിനക്കെന്താ കണ്ണു കാണില്ലേ? അതോ വെള്ളം അടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? ഏയ് കൂൾ, ഐ എം സോറി, ഞാൻ കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, കണ്ണു കാണില്ലേന്നു. യു ഗ്രാനി. ഗോഡ്, രാവിലെ തന്നെ എന്റെ മൂഡ് കളയാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. ഏയ്, നീ ഷൗട്ട് ചെയ്യണ്ട. എന്താ ഇപ്പൊ പ്രശ്നം? തന്റെ ബമ്പർ ഒന്ന് ചെറുതായി ചളങ്ങി, അത്രയല്ലേ ഉള്ളൂ. ഐ വിൽ സെറ്റിൽ ദ എമൗണ്ട്. എത്രയാ വേണ്ടത്? ഓ റിയലി? പണം ഒന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കുവാണോ? ഞാനെന്താ നിന്റെ പിച്ചക്കാശ് വാങ്ങാൻ വന്ന ബഗറാണെന്ന് കരുതിയോ? ഐ വിൽ കോൾ ദ പോലീസ്. എനിക്കിത് എങ്ങനെ സെറ്റിൽ ചെയ്യേണ്ടെന്നറിയാം. സ്ഥിതി വഷളാകും എന്ന് കണ്ടതും കൗശി പുറത്തേക്ക് ഇറങ്ങി. എക്സ്ക്യൂസ് മീ മിസ്, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. ആക്ച്വലി നിങ്ങൾ ബഗറാണെന്ന് കരുതിയിട്ടല്ല, ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് സീരിയസ്, വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. താൻ എന്ത് സ്വീറ്റായിട്ടാ സംസാരിച്ചേ? ബട്ട് ഷീ ഈസ് ട്രീറ്റഡ് മീ ലൈക്ക് എ ബഗർ. നോ 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 നോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾക്ക് വിഷമമായെങ്കിൽ ഐ എം സോറി ഫോർ ഹർ. നമുക്ക് ഈ പ്രോബ്ലം സൗമ്യമായിട്ട് പരിഹരിച്ചൂടെ? താൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് പ്രശ്നമാക്കുന്നില്ല. താങ്ക് യു. താങ്ക് യു ഒന്നും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കാതിരുന്നാൽ മതി. ഓക്കെ, ബൈ. അവൾ അവിടെ നിന്ന് പോയതും മിത്രയും കൗശിയും തിരികെ വന്ന് കാറിൽ കയറി. എന്ത് ന്യൂസൻസ് ആണ് ആ പെണ്ണ്. ഐ ജസ്റ്റ് ഹേറ്റ് ഹർ. അതൊക്കെ, പക്ഷെ നീ എന്തിനാ അവളുടെ കാറിൽ കൊണ്ടിടിച്ചത്? നീ എന്തിനാ അവളുടെ കാറിൽ മനഃപൂർവ്വം കൊണ്ടിടിച്ചത് എന്ന്? ഞാനോ? എനിക്ക് മനസ്സിലായി, നീ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അവളുടെ കാറിൻ്റെ ബമ്പർ ചളങ്ങ് മാത്രമല്ല, ബാക്ക് ലൈറ്റും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊട്ടണമെങ്കിൽ അതൊരു സ്ട്രോങ് ഇടി തന്നെ ആവണമല്ലോ. ഹായ്, എന്നെ അറിയാമോ? നോ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? നോ, കം ഓൺ, താൻ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഐ എം സോറി, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. എന്നെയോ? എൻ്റെ സ്വപ്നത്തിൽ എന്ന് വന്നു പോകാറുള്ള ആ ഫെയറിറ്റെയിൽ പ്രിൻസ്, അത് താനല്ലേ? ഇതാരാ? ഗേൾഫ്രണ്ടാ? യാ. ഓ മാൻ, തന്നോട് ആരാ എന്നോട് ചോദിക്കാതെ കമ്മിറ്റഡ് ആകാൻ പറഞ്ഞേ? എനിവേ, ഇറ്റ്സ് എ വേഴ്സ് ചോയ്സ്. തൻ്റെ ലുക്കിന് നിനക്ക് ഇതിനേക്കാൾ നല്ല കൊച്ചിനെ കിട്ടും, ലൈക്ക് മീ. ബൈ ദ വേ, ദിസ് ഈസ് മൈ നമ്പർ. ഈ ചോയ്സിൽ എപ്പോഴെങ്കിലും റിഗ്രഷൻ തോന്നിയാൽ വിളിക്കാൻ മറക്കണ്ട. പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പോൾ വീണ്ടും എടുത്തിടുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ.
വേണ്ട, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ഹേ യു, നിനക്കെന്താ കണ്ണു കാണില്ലേ? അതോ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നേ? ഏയ് കൂൾ, ഐ എം സോറി, ഞാൻ കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, നിനക്ക് കണ്ണു കാണില്ലേന്നു. നീ ഷൗട്ട് ചെയ്യണ്ട. എന്താ ഇപ്പൊ പ്രശ്നം? തന്റെ ബമ്പർ ഒന്ന് ചെറുതായി ചളങ്ങി, അത്രയല്ലേ ഉള്ളൂ. ഐ വിൽ സെറ്റിൽ ദ എമൗണ്ട്. എത്രയാ വേണ്ടത്? ഓ റിയലി? പണം നിന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കുവാണോ? ഞാനെന്താ നിന്റെ പിച്ചക്കാശ് വാങ്ങാൻ വന്ന ബഗറാണെന്ന് കരുതിയോ? ഐ വിൽ കോൾ ദ പോലീസ്. എനിക്കിത് എങ്ങനെ സെറ്റിൽ ചെയ്യേണ്ടെന്ന് അറിയാം. എക്സ്ക്യൂസ് മീ മിസ്, ആക്ച്വലി നിങ്ങൾ ബഗറാണെന്ന് കരുതിയിട്ടല്ല. ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് സീരിയസ്. താൻ എന്ത് സ്വീറ്റായിട്ടാണ് സംസാരിച്ചേ? പക്ഷേ ഷീ ഈസ് ട്രീറ്റഡ് മീ ലൈക്ക് എ ബഗർ. നോ 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 നോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾക്ക് വിഷമമെങ്കിൽ ഐ എം സോറി ഫോർ ഹർ. നമുക്ക് ഈ പ്രോബ്ലം സൗമ്യമായിട്ട് പരിഹരിച്ചൂടെ? താൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് പ്രശ്നമാക്കുന്നില്ല. ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് കരുതിയോ? പിന്നെ ഞാൻ ഇരിക്കവേ തന്നോട് ഫ്ലർട്ട് ആണെങ്കിൽ അവൾക്ക് എത്ര അഹങ്കാരം ഉണ്ടായിരിക്കും. ഷീ വാസ് ടെസ്റ്റിംഗ് മൈ പേഷ്യൻസ്. റോഡായത് അവളുടെ ഭാഗ്യം. താങ്ക് ഗോഡ്, എനിക്ക് എൻ്റെ മിത്രയെ തിരിച്ചു കിട്ടി. എൻ്റെ ഓജി മിത്രയെ. വാട്ട്? പിന്നെ എനിക്ക് ഈ മിത്രയാണ് വേണ്ടത്, അല്ലാതെ കുറച്ച് മുമ്പ് വരെ എൻ്റെ ഒപ്പം സംസാരിച്ച ആ മിത്രയല്ല. ഷീ സോ ബോറിങ്. എനിക്ക് ഈ മിത്രയാണ് വേണ്ടത്. യുനോ, എനിക്ക് ഈ സൈക്കോ മിത്രയെ മതി. യാ, ഷീ ഈസ് ലിറ്റിൽ ബിറ്റ് സൈക്കോ ബട്ട് സോ ഹോണസ്റ്റ്. സംടൈംസ് ഷീ ഈസ് ക്രേസി ബട്ട് ഓൾസോ ഷീ ഈസ് സോ ജെന്യൂൻ. ദാറ്റ്സ് വൈ ഐ ലവ് ഹർ. ഐ നോ വാട്ട് യു ആർ. എനിക്ക് വേണ്ടി നീ നിന്റെ ഒരു സ്വഭാവം മാറ്റേണ്ടതില്ല. മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ പൊസസീവ്നെസ്സും ജലസും ആങ്കറും എല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുടോ. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി തൻ്റെ ഒരു ക്യാരക്ടറും മാറ്റണ്ട. അറ്റ് ലാസ്റ്റ് വൺ വേർഡ്. ഐ ലവ് യു. ഐ ലവ് യു ഓൾവേസ്, in every way. Love you too, Kaushi. You made me happy. നീ ഇനി എപ്പോഴും ഹാപ്പി ആയിരിക്കണം. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമായിരിക്കണം. പിന്നൊരു കാര്യം, ആക്ച്വലി നീ ഇങ്ങനെ എനിക്ക് വേണ്ടി മറ്റുള്ളവരോട് വഴക്കിടുന്ന കാണാൻ നല്ല രസമാണ്. ജലസ് കൊണ്ട് വരിഞ്ഞു മുറുകിയ നിന്റെ ആ ഫേസ്. നീ ആ സമയത്ത് ഭയങ്കര സുന്ദരിയാ. റിയലി? അതും പറഞ്ഞു അവളുടെ കയ്യിലൂടെ അവൻ പതിയെ തലോടി. കൗശി, ഐ ഫീൽ സോ നെർവസ്. താനിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ എനിക്കെൻ്റെ കൺട്രോൾ പോകും. കണ്ടില്ലേ, നട റോഡാ. അപ്പോൾ വീട്ടിൽ പോയിട്ട് തൊടാം അല്ലേ? അതുവരെ വെയിറ്റ് ചെയ്യണ്ട. വേണേ ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കാം. അത് വേണ്ട, വീട്ടിൽ പോയിട്ട് മതി. അവൾ കള്ളച്ചിരിയോടെ വീണ്ടും ഡ്രൈവിങ്ങിൽ തിരിഞ്ഞു. പക്ഷേ കൗശി അപ്പോഴും അവളെ തന്നെ നോക്കിയിരിപ്പായി.
എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത്? വീട്ടിൽ പോയിട്ട് നിന്നെ എങ്ങനെയൊക്കെ തൊടണമെന്ന്. എടാ, താനിങ്ങനെ വിഷമിക്കുന്നതിനാ? വിഷമിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, മമ്മിയെ കുറിച്ചോ താൻ വിഷമിക്കണ്ട. കാരണം തന്നെ കെട്ടാൻ പോകുന്നത് ഞാനാ, എൻ്റെ മമ്മിയല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അങ്ങനെയല്ല ഏട്ടാ. ഇന്നലെ ഞാൻ ചേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടപ്പോൾ മമ്മി എന്നെ ഒരു ഇത്തിരി ദേഷ്യത്തിലാണ് നോക്കിയത്. ഇപ്പോഴൊരു ഇഷ്ടക്കേടുണ്ട്. നോ. മമ്മി പണ്ടേ അങ്ങനെയാ. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്ത് വിസിബിൾ ആയിരിക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ തുറന്നടിച്ച് പറയുകയും ചെയ്യും. ചെറിയൊരു കോൺഫിഡൻസ്. ഞാൻ എന്ത് പറഞ്ഞാലും ആരും തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. പക്ഷെ ആദ്യമൊക്കെ മമ്മി മിത്രയോട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ കരുതിയത് അവളുടെ സ്വഭാവം കാരണം അങ്ങനെ പെരുമാറുന്നു എന്നാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് മമ്മിയുടെ സ്ഥായിയായിട്ടുള്ള സ്വഭാവമാണ്. മുമ്പ് മിത്രയോട് അവളുടെ മനസ്സിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും മമ്മിയുടെ ചില ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അവളത് ഉടനെ നിഷേധിച്ചു. അതിനുള്ള റീസണും അവൾ പറഞ്ഞു. എനിക്കതിൽ ഒരു തെറ്റും ഫീൽ ചെയ്തില്ല അന്ന് അവൾ പറഞ്ഞതിൽ. നമ്മുടെ മാരേജും കുട്ടികളൊക്കെ നമ്മുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെയാണ് ഇതും. ഇതെൻ്റെയും നിൻ്റെയും ജീവിതമാണ്. അതിൽ നമ്മുടെ മാത്രം ഇഷ്ടക്കേടും കൺസിഡർ ചെയ്താൽ പോരെ? ഇതാ നോക്കപ്പോ, എനിക്ക് എൻ്റെ മമ്മിയുടെ ക്യാരക്ടർ നന്നായിട്ടറിയാം. സോ ഒരു പക്ഷേ മമ്മി നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നീയും അംഗീകരിക്കണ്ട. മമ്മി നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ നീയും ട്രീറ്റ് ചെയ്താൽ മതി. അല്ലാതെ എൻ്റെ മമ്മി അങ്ങനെയാ, അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. പണ്ടുള്ളവർ പറയില്ലേ, മാരേജ് എന്ന് പറയുന്നത് 2 കുടുംബങ്ങൾ ഒത്തുചേരുന്നതാണെന്ന്. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. 2 കുടുംബമൊന്നുമല്ല, 2 മനസ്സുകൾ ചേരുന്നതാ. സോ താനിങ്ങനെ മമ്മിയെക്കുറിച്ച് ആലോചിച്ച് വറിയടാകണ്ട. മമ്മിയെ കുറിച്ച് ഓർക്കാനും വറിയടാകാനും പപ്പയുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരെ? വേണമെങ്കിൽ നീ എന്നെ കുറിച്ച് ഓർത്തോ. അതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എപ്പോഴൊക്കെയാ ഓർക്കാറ്? അല്ല, എന്നെക്കുറിച്ച് എന്താ ഓർക്കാറ്? അത് നോ, എനിക്ക് പറയാൻ കഴിയില്ല. അതെന്താ? അത്രയ്ക്കും പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങളാണോ ഓർക്കാറ്? ഇല്ല. പിന്നെ ഒന്നുമില്ല. ഒന്ന് പറയടോ, ഞാനും കേൾക്കട്ടെ എന്നെക്കുറിച്ച് എന്തൊക്കെ ഫാൻറ്റസിയാ മെനയുന്നതെന്ന്. എങ്കിലല്ലേ എൻ്റെയും നിൻ്റെയും ഫാൻറ്റസി ഒരുപോലെയാണോ തട്ടിച്ചു നോക്കാൻ കഴിയും. നോ, ഞാൻ അങ്ങനെയൊന്നുമല്ല ഓർക്കാറ്. കുറച്ച് സമയം കഴിഞ്ഞ് മിത്രയും കൗശിയും വീട്ടിൽ തിരികെ എത്തി. അവർ കാറിൽ നിന്നിറങ്ങി നേരെ അവളുടെ ഫ്ലാറ്റിലേക്ക് നടന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നല്ല വിശപ്പ്. ഇല്ല, പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം, ഇല്ലേ ഓർഡർ ചെയ്യാം. തനിക്കെന്താ വേണ്ടേ? എനിക്ക് ഓർഡർ ഒന്നും ചെയ്യണ്ട. പിന്നെ അവിടെ ഉള്ള എന്തെങ്കിലും മതി. ഡെസേർട്ട് ഉണ്ടാവോ? എന്ത് ഡെസേർട്ട്? ഷുഗർ ഫ്രീ ഡെസേർട്ട്. ഷുഗർ ഫ്രീ? കൗശി, യു ആർ സച്ച് എ പെർവേർട്ട്. വൈ? നീ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഡെസേർട്ടില്ലേ കുഴപ്പമില്ല, ഒരു ഫുൾ കോഴ്സ് മീലായാലും മതി, ഞാൻ ഓക്കെയാണ്.
കൗശി, ജസ്റ്റ് ക്ലോസ് യുവർ മൗത്ത്. യു നാസ്റ്റി ബോയ്. നാസ്റ്റി? യാ, ബട്ട് ഓൺലി വിത്ത് യു. അപ്പൊ സമ്മതിച്ചല്ലോ നാസ്റ്റി ആണെന്ന്. നിനക്കെന്താ ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെങ്കിൽ പറയൂ, ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കില്ല. ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇഷ്ടായി. പറ, ഇഷ്ടായോ? പിന്നെ ഇഷ്ടമാവാതിരിക്കുമോ? വിശ്വാസം വന്നില്ലെങ്കിൽ ഫ്ലാറ്റിലെത്തിയിട്ട് ഞാൻ തെളിയിച്ചു തരാം. പോരെ? അവരതും സംസാരിച്ച് ഫ്ലാറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ ഫ്ലാറ്റിന് മുന്നിൽ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പപ്പ. പപ്പയെ കണ്ടത് അവൾ ഓടി അടുത്ത് ചെന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് അവളുടെ വീട് അന്വേഷിച്ച് വരുന്നത്. വന്നിട്ട് കുറേ നേരമായി പപ്പ? ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. പപ്പ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അത് സാരമില്ല, ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഇതാണല്ലേ നിന്റെ വീട്? അയാൾ ചുറ്റിലും നോക്കി. പപ്പ ഇരിക്കും, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട വേണ്ട, നീയും ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഇരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നതാ. നത്തിങ് സീരിയസ്. ഇപ്പം നീ അങ്ങനെ മെഡിസിൻ എടുക്കുന്നില്ലല്ലോ? ഇല്ല. ഇനി മാക്സിമം മെഡിസിൻ ഒന്നും എടുക്കേണ്ട സിറ്റുവേഷൻ വരാതെ നോക്കണം. യെസ് പപ്പ. കൗശി? യാ, ഐ നോ അങ്കിൾ, ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ പപ്പ? നീ നമ്മുടെ വീട് വിട്ട് വന്നിട്ട് എത്ര വർഷമാവും? 2 വർഷമാവും. എന്തു പറ്റി? നീ 2 വർഷം ഒറ്റയ്ക്കല്ലേ ഫ്ലാറ്റിൽ താമസിച്ചത്? യാ. ഇനി നീ ഒറ്റയ്ക്ക് ഇവിടെ കഴിയണ്ട. എൻ്റെ ഒപ്പം വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നീ ആ വീട്ടിലുണ്ടായിരുന്നപ്പോഴും നിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ നീ വീട്ടിലേക്ക് മാറിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും നിൻ്റെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നി. നീ അവിടേക്ക് വാ, അവിടെ അപ്പവും ഞാനും ഒക്കെ ഉണ്ടല്ലോ. അവളത് കേട്ടതും കൗശിയെ നോക്കി. ഇത്ര നാൾ എനിക്ക് നിന്നെ സ്നേഹിക്കാനോ ഒന്ന് പരിഗണിക്കാനോ തോന്നിയില്ല. ആരോടൊക്കെയോ ഉള്ള എന്തിനോടൊക്കെയുള്ള ദേഷ്യം നിന്നോട് കാണിച്ചു. അൺറീസണബിൾ ആയിട്ടുള്ള വെറുപ്പ് ഞാൻ നിന്നോട് കാണിച്ചുകൊണ്ടേയിരുന്നു. മിത്ര, നീ എന്നോട് ക്ഷമിക്കണം. അയാൾ എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നീ എന്നോട് ക്ഷമിക്കില്ലേ? എനിക്കെന്താ പറയേണ്ടെന്ന് പോലും അറിയില്ല അപ്പ. കാരണം ഞാൻ ഇങ്ങനെ ഒരു മൊമെന്റ് പ്രതീക്ഷിച്ചതേയല്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് പപ്പ ഇനി എന്നെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ പോലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നാ. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി, പപ്പയുടെ മിത്ര എന്നുള്ള വിളി മതി എൻ്റെ ഉള്ളിലെ സകല പരിഭവങ്ങളും മാഞ്ഞു പോകാൻ. ഇപ്പോൾ ഇങ്ങനൊരു നിമിഷം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതെനിക്ക് ബോണസ് മൊമെൻ്റാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ദിവസത്തെ. പപ്പയോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലെന്നല്ല, പറഞ്ഞിട്ടുണ്ട്. പപ്പയെ എന്നോട് ക്ഷമിക്കണം. അതിനയാൾ ഒന്നും മിണ്ടിയില്ല. പതിയെ അവളുടെ കവിളിൽ തട്ടുക മാത്രം ചെയ്തു. കൗശിക്കിന് ആ ഒരു അപൂർവ നിമിഷത്തിന് സാക്ഷിയായതിൽ വലിയ സന്തോഷം തോന്നി. ശരി, നീ വരില്ലേ? അല്ല പപ്പ, അത് പപ്പയുടെ ഒരു ക്ഷണം കാത്തിരുന്നാൽ തന്നെയാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാനത് സ്നേഹത്തോടെ നിരസിക്കുകയാണ്. എന്തോ എനിക്ക് ഈ വീട് വിട്ട് വരാൻ തോന്നുന്നില്ല.
വേണ്ടപ്പെട്ട ചിലതൊക്കെ ഇവിടെ ഇട്ടിട്ട് വരാൻ കഴിയില്ല. ഞാൻ എന്തായാലും ഒരു ദിവസം വരും. അത് താമസിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരെയും ഒന്ന് കാണാൻ. ഓക്കെ, നിനക്ക് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നീ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം, തീർച്ചയായിട്ടും. അപ്പം ശരി, ഞാൻ ഇറങ്ങട്ടെ. പപ്പ പോകണമെന്ന് പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എന്തായാലും പപ്പ വന്നതിൽ ഒരുപാട് സന്തോഷം. പപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം, നോക്കാം. ഇറങ്ങട്ടെ. കൗശി, യാ ഓക്കെ അങ്കിൾ. അദ്ദേഹം അവിടെ നിന്നിറങ്ങി. മിത്രയുടെ ഹൃദയം നിർവൃതി അടഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ വരവ്. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കൗശിയും ശ്രദ്ധിച്ചു. എന്താ നീ പോകാതിരുന്നേ? നീ ഒരുപാട് കൊതിച്ചതല്ലേ പപ്പയുടെ ഒപ്പമുള്ളൊരു ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ. എന്നിട്ട് വിളിച്ചപ്പോൾ ആ ക്ഷണം നിരസിച്ചെന്താ? പോവാൻ എനിക്ക് തോന്നിയില്ല. അതാ ഞാനും ചോദിച്ചേ, എന്താ പോവാൻ തോന്നാത്തതെന്ന്. അതെങ്ങനെയാ? ഞാൻ തന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടു. എങ്ങനെയാ? അതിനെന്താ, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അല്ലെങ്കിലും ഞാൻ ഇത്ര നാളൊരു ഒറ്റയ്ക്കായിരുന്നല്ലോ. ഓ, അപ്പം ഞാൻ പോകുന്നതിൽ തനിക്ക് വിഷമമൊന്നുമില്ല? എന്ത് വിഷമം? അപ്പം ഞാൻ പോയാൽ തനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല? നോ, നീ നിന്റെ പപ്പയുടെ അടുത്തല്ലേ പോകുന്നേ? ഓ, അപ്പം ഞാൻ പോയാൽ തനിക്ക് ഒരു വിഷമവും ഇല്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ നേരെ ചെന്ന് ഡോർ ക്ലോസ് ചെയ്തു. കൗശിയുടെ ചുണ്ടിന്റെ കോണിൽ ചെറിയൊരു പുഞ്ചിരി പടർന്നു. എന്താ, തനിക്കെന്താ ഞാൻ പോകുന്നതിൽ വിഷമം ഇല്ലാത്ത എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന്റെ മടിയിൽ അവൻ അഭിമുഖമായിട്ട് ഇരിപ്പുറപ്പിച്ചു. അതവൻ പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് അവൻ ചെറുതായിട്ടൊന്ന് പരിങ്ങി. എന്തേ, തനിക്ക് ഞാൻ പോയാൽ ഒരു വിഷമവുമില്ല? നോ. യു ഷോ? അങ്ങനെ ചോദിച്ചാൽ പിന്നെ എങ്ങനെ ചോദിക്കണം? ചോദിക്കേണ്ട പോലെ ചോദിക്കൂ. ചിലപ്പോ ഞാൻ മനസ്സ് മാറിയല്ലോ. ഇപ്പൊ നീ പോയാലും കുഴപ്പമില്ലെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ അത് മാറ്റേണ്ടത് നിന്റെ കടമയാണ്. ഓ, you know what I'm saying? No, I didn't get that. Could you please explain? അവൾ അവന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കഴിയില്ല, വേണേലൊരു ഡെമോ കാണിക്കാം. Like this.
Can I? This is not your first time. तू ही अब दुनिया मेरी जहान है, रब का शुक्राना, ख्वाबों की ख्यालों की उड़ान है, रब का शुक्राना। तू ही अब मेरा दीन है, ईमान है, रब का शुक्राना। मेरा कलमा है तू आजान है, रब का शुक्राना। खुद से ज्यादा जरूरी लगते हो तुम, बस वो सुनूं मैं जो भी कहते हो तुम। दिसते हो तुम हमको सनम, दिल के कोने कोने में बसते हो तुम। चंदा ज़मीं पे जैसे उतरा हुआ, मेरी आंखों से वैसे दिखते हो तुम। दिसते हो तुम हमको सनम, दिल के कोने कोने में बसते हो तुम। सबसे हो जाऊं परे, जो इशारा तू करे, अब तो रहना है तुझी में, गुमशुदा हूँ मैं। सबसे हो जाऊं परे, जो इशारा तू करे, अब तो रहना है तुझी में, गुमशुदा हूँ मैं तेरी बाहों में। जज्बों का अब तो नया बयान है, रब का शुक्राना। नया रुतबा नहीं, കൗശി, ആരെ ഹാപ്പി നോ? ഇത് ഞാനല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത്. നോ, എനിക്ക് ഉറപ്പ് വരുത്തണം താൻ എൻ്റെ ഒപ്പം എപ്പോഴും ഹാപ്പിയാണെന്ന്. സോ ടെൽ മീ, ആർ യു ഹാപ്പി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കൊരാഗ്രഹമുണ്ട്. യു വാണ്ട് അനദർ റൗണ്ട്? അതല്ല, പിന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോയാലോ? നാട് വിടാനോ? അത് പെട്ടെന്ന് നാട് വിടാനല്ല, പിന്നെ നമുക്ക് തൻ്റെ നാട്ടിൽ പോയാലോ? എൻ്റെ നാട്ടിലോ? അവിടെ എന്താ പ്രത്യേകിച്ച്? അവിടെ ഒരു പ്രത്യേകതയില്ലേ? തൻ്റെ അച്ഛനാണല്ലേ ഉള്ളത്. ആ, അത് ശരിയാ. ഇപ്പം എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? എനിക്ക് തോന്നി, നമ്മൾ നാട്ടിൽ പോയിട്ട് കുറേ നാളായില്ലേ. തൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. റിയലി? ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിൻ്റായിട്ടുള്ളൊരു ഉപദേശം തന്നത് തൻ്റെ അച്ഛനാണ്. സോ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. പോയിട്ട് ഉടനെയൊന്നും വരണ്ട. നമുക്ക് കുറച്ച് നാൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാം. ഇവിടുത്തെ ഈ ബിസിനസ്സും സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് നമ്മുടേതായൊരു സ്പേസ് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോൾ പോവാം? ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പോവാം, നീ പറഞ്ഞാൽ മതി. അപ്പം നാളെ പോയാലോ? പോയിക്കളയാം.